എവ്രിവൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സമയം ഒരു 1:30-1:45 കേട്ടോ. വെളുപ്പിനാണ്. നമ്മളിന്നൊരു ട്രിപ്പ് പോവാണ്. എങ്ങോട്ടാ പോണേന്നല്ലേ? അങ്ങോട്ടാ പോണത് ജർമ്മനി വഴി നെതർലാൻഡ്സിലേക്ക്. ഹാപ്പി മൈക്ക് കിട്ടുന്നെങ്കിൽ നല്ല കറക്റ്റായിട്ട് കിട്ടും. നമ്മളങ്ങനെ ഫൈനലി ആംസ്റ്റർഡാം പോവാണ്. ഇപ്പോൾ ഫസ്റ്റ് സ്റ്റോപ്പ് ജർമ്മനിയാണ് കേട്ടോ. അതിൻ്റെ പിന്നിൽ കുറേ കഥകൾ ബാക്കിയുണ്ട്. അതായത് ഞങ്ങളുടെ ഷെങ്കൻ വിസേൻ്റെ കാര്യങ്ങളൊക്കെ. അത് ഭയങ്കര കോമഡിയാണ്. ഞാനൊരു സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് ചെയ്യണമായിരിക്കും കുറച്ചുകൂടി നല്ലത്. നമുക്ക് ഫ്ലൈറ്റ് വന്നിട്ട് സ്റ്റാൻസ്റ്റഡ് എയർപോർട്ടിൽ നിന്നായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മളുടെ വീട്ടിൽ നിന്ന് ഒരു 2.5 മണിക്കൂറിൻ്റെ അടുത്ത് ഡ്രൈവ് ഉണ്ടായിരുന്നു. നമ്മളവിടെയുള്ള മേപ്പിൾ കാർ പാർക്കിൽ കാറ് ബുക്ക് ചെയ്തിട്ട് അവിടെയാണ് നമ്മൾ പാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ അവിടെ നിന്ന് ഷട്ടിൽ സർവീസ് എടുത്തിട്ട് നമ്മൾ നേരെ എയർപോർട്ടിലേക്ക് പോവാണ് കേട്ടോ. ഈ ഷട്ടിൽ സർവീസും എല്ലാം ഇൻക്ലൂഡഡ് ആണ് കേട്ടോ ആ പാർക്കിങ്ങിൻ്റെ ആ ഒരു പാക്കേജിൽ. ടൈം കുറച്ച് കുറവായത് കാരണം ഞാൻ കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ പറയുന്നില്ല. ആർക്കെങ്കിലും പാർക്കിങ്ങിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ DM ചെയ്താൽ മതി, ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. അപ്പോൾ നമ്മളിതാ ഇങ്ങനെ പോവുകയാണ് എയർപോർട്ടിലേക്ക്. ഏറ്റവും ഒരു ബെസ്റ്റായിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കുട്ടികളായിട്ട് ട്രാവൽ ചെയ്യുമ്പോൾ ഈ ഒരു ടൈം സ്ലോട്ട് എടുക്കുന്നത് നന്നായിരിക്കും. നമ്മളുടെ ഫ്ലൈറ്റ് വന്നിട്ട് മോർണിംഗ് 7:30 ആയിരുന്നു. 7:20, 7:30 ആയിരുന്നു. അപ്പം നമ്മളൊരു 3 മണിക്കൂർ മുന്നേ അവിടെ എത്തണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളൊരു 5:30 ഒക്കെ ആകുമ്പോഴത്തേക്കും അവിടെ എത്തണമായിരുന്നു. അപ്പോൾ നമ്മളെന്തായാലും വീട്ടിൽ നിന്ന് അതിന് മുന്നേ ഇറങ്ങണമായിരുന്നു. കാരണം 2.5 മണിക്കൂറിൻ്റെ ട്രാവലൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ കുട്ടികളുള്ളത് കാരണം, അതായത് ഇവനുള്ളത് കാരണം സുഖമായിരുന്നു. ഇവൻ്റെ ഉറക്കം ടൈം നമ്മൾ അധികം മാറ്റിയൊന്നും വെക്കേണ്ടി വന്നിട്ടില്ല. ഇവൻ ഉറങ്ങുന്ന ടൈമിൽ തന്നെയായിരുന്നു കൂടുതൽ ജേർണിയൊക്കെ. അതിൻ്റെ ഇടയ്ക്ക് ആശാനൊന്ന് എണീറ്റുന്നേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഡ്യൂട്ടി ഫ്രീയിലൊക്കെ കയറി ഇറങ്ങി. അത് കഴിഞ്ഞിട്ട് അത്യാവശ്യം എന്തെങ്കിലും കഴിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ ബർഗർ കിങ്ങിൽ പോയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ കഴിച്ചു. അത് ഭയങ്കര ഏർലി ബ്രേക്ക്ഫാസ്റ്റാണ് കേട്ടോ. അങ്ങനെ നമ്മൾ ഫൈനലി ബോർഡ് ചെയ്യാൻ പോവുകയാണ്. നമ്മുടെ ഫ്ലൈറ്റ് വന്നിട്ട് റയാനെയർ ആണ്. ഇവിടെ UK അറിയാൻ പറ്റുമായിരിക്കും, ഏറ്റവും ചീപ്പസ്റ്റ് ആയിട്ട് ഉള്ള ഒരു എയർലൈനാണ് റയാനെയർ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് സീറ്റ് ഒരുമിച്ച് നമ്മൾ ഒപ്പിച്ചെടുത്തു. നമ്മൾ പേ ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഒരുമിച്ചുള്ള സീറ്റിന് വേണ്ടിയിട്ട്. പിന്നെ കാണുന്നത് ശരിക്കും വിൻഡ് മില്ലാണേ. നമുക്ക് കാണുമ്പോൾ ഞാൻ ആദ്യം ഒന്ന് ഞെട്ടിയിരുന്നു, എന്താ ഈ സംഭവം എന്ന് അറിയാനായിട്ട്. പിന്നെ മനസ്സിലായത് വിൻഡ് മില്ലാണെന്നുള്ളത്. നമ്മള് ജർമ്മനിയിലെത്തി. സ്ട്രോളർ എവിടുന്ന വരിക? ആവോ എടാ ഒന്നെടുത്തു. സ്ട്രോളർ എവിടുന്ന വരിക? അങ്ങനെ ഫൈനലി നമ്മൾ ജർമ്മനിയിൽ ലാൻഡ് ചെയ്തിരിക്കുകയാണ്. ഒരുപാട് നെഗോസിയേഷൻ ചെയ്തിട്ട് ഞങ്ങള് ഒരു മീറ്റർ ക്ലോക്ക് ചെയ്തു. ഓക്കെ, അതിലേക്ക് പിന്നെ വരാം. എന്താ മോൻ ആ ചേട്ടനെന്താ ചോദിക്കുന്നുണ്ട്? അഡ്രസ് കൊടുത്തില്ലേ? അഡ്രസ് കൊടുക്കണം. You know the address, right? Location address. Avis, yes. Avis അല്ലേ? ഹലോ. അപ്പോ ഞാൻ പറഞ്ഞില്ല കേട്ടോ. നമ്മൾ ലാൻഡ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഊബർ നോക്കി. അതായത് നമ്മൾ ഓൾറെഡി വണ്ടി ബുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് നമുക്ക് അവിടേക്ക് പോകാനായിട്ടുള്ള ലൊക്കേഷനിലേക്ക് ഊബർ നോക്കിയപ്പോൾ 43 പോയിട്ട്, പക്ഷെ ഡ്രൈവേഴ്സ് ഒന്നുമില്ല. അപ്പോൾ പിന്നെ നമ്മൾ ടാക്സി നോക്കിയപ്പോൾ 90 euro ഒക്കെ പറഞ്ഞു. നമ്മൾ കൺവേർട്ട് ചെയ്തിട്ട് 73 പോണ്ടൊക്കെ. അത് ഭയങ്കര കുറച്ച് കൂടുതലാണ്. പിന്നെ ഞങ്ങൾ വീണ്ടും ഊബറിന് തന്നെ വെയിറ്റ് ചെയ്തു. വരാനായിട്ട് അവസാനം ഫൈനലി ആ പൈസ ടാക്സിയിലേക്ക് തിരിച്ചു പോകാൻ. ഒന്നും കേട്ടിട്ടുണ്ടാവില്ല പറഞ്ഞത്. ഇവിടെ ഇപ്പുറത്ത് വേറെ ഓടുണ്ടല്ലോ. മീറ്റർ പറക്കാണല്ലോ. അതല്ല, വണ്ടി എടുത്തിട്ട് ഫ്ലൈറ്റിന് പ്രയോറിറ്റി ആൾക്കാർക്ക് ഇവിടെ തരും. നമ്മളൊക്കെ
കാർ സീറ്റിലിരിക്കുന്നത് നമുക്ക് പണ്ടേ ഇഷ്ടമില്ലാത്ത കാരണം നമ്മൾ കയറിയിരിക്കുമ്പോൾ തന്നെ ഇരുന്ന് കരയാൻ തുടങ്ങും. നമ്മുടെ എയർപോർട്ടിൻ്റെ അവിടെ നിന്ന് ഒരു 1-1.5 മണിക്കൂർ ഉണ്ടായിരുന്നു അപ്പുച്ചേട്ടൻ്റെ അവിടത്തേക്ക്. അപ്പോൾ നമ്മൾ പയ്യെ ഇങ്ങനെ ഡ്രൈവ് ചെയ്തിട്ട് അങ്ങോട്ടേക്ക് പോവുകയാണ്. കുട്ടിക്ക് കാർ തരാൻ പറ്റില്ല പറഞ്ഞു. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് അവരുടെ സൊല്യൂഷൻ എന്ന് പറയുന്നത് വേറെ അടുത്തുള്ള കടയിൽ പോയിട്ട് ഒരു കാർ സീറ്റ് വാങ്ങാനാണ്. നമുക്ക് വേറെ ഓപ്ഷൻ ഇല്ലാത്ത കാരണം നമ്മൾ അടുത്തുള്ള ഷോപ്പിൽ പോയിട്ട് ഒരു കാർ സീറ്റ് വാങ്ങി. എന്നിട്ട് ആശാനയിലിരുത്തി. അപ്പോൾ അതിൻ്റെ കുറച്ച് സ്ട്രഗിളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കരച്ചിൽ ബഹളമൊക്കെ ആയിട്ട് ഇപ്പം അത് ഉറങ്ങിയിട്ടുണ്ട്. പക്ഷെ തല ഇങ്ങനെ മുന്നിലേക്ക് വരികയാണ്. അപ്പോൾ ഇതുവരെ ഓൾ സെറ്റ്. ഇനി നമുക്കൊരു 54 മിനിറ്റ്സ് കൂടി കാണിക്കുന്നുണ്ട്. നമ്മൾ അപ്പച്ചൻ്റെ അടുത്തേക്ക് പോവുകയാണ്. ബാക്കി നമുക്ക് അവിടെ എത്തിയിട്ട് കാണാം. നമ്മളവിടെ എത്തിയപ്പോൾ തന്നെ നമുക്ക് വേണ്ടിയിട്ട് രാഖി നല്ല അടിപൊളി ബിരിയാണിയും ചിക്കൻ ഫ്രൈയും ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ സമയം കളയാണ്ട് നമ്മൾ വേഗം തന്നെ അതൊക്കെ കഴിച്ചു തുടങ്ങിയിട്ടോ. അത് മാത്രമല്ല, അല്ലുവിന് ചെറുതായിട്ടൊരു കോൾഡ് ഉണ്ടായിരുന്നു, ചെറുതായിട്ട് ചുമയുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ചുമേൻ്റെ മരുന്ന് എടുക്കാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അത് എൻ്റെ ഉണ്ടായിരുന്നത് ഒരു 100 ml കൂടുതലുള്ളതായ കാരണം എനിക്ക് ഫ്ലൈറ്റിൽ കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇവിടെ എത്തിയിട്ട് വാങ്ങാമെന്ന്. അപ്പോൾ നമ്മൾ ഫുഡ് കഴിച്ചിട്ട് ഞാനും അപ്പുച്ചണ്ണും കൂടെ പോയിട്ട് അവിടെ അടുത്തുള്ള ഒരു റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്തുള്ള ഒരു കടയിൽ പോയിട്ട് നമ്മൾ സാധനങ്ങൾ മേടിച്ചു. മരുന്ന് മാത്രമല്ല, ഇവൻ്റെ ഡയപ്പറും ഞാൻ കൂടുതൽ വീട്ടിൽ നിന്ന് എടുക്കാണ്ട് ഇവിടെ വന്നിട്ട് മേടിക്കാമെന്ന് വിചാരിച്ചു. കാരണം സ്പേസ് നമുക്ക് അത്രയും യൂട്ടിലൈസ് ചെയ്യാലോ എന്ന് വിചാരിച്ചു. മറ്റേ ആലമുറി നമ്മൾ കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്തിട്ടുള്ളൂ കേട്ടോ. കാരണം നമുക്ക് അന്ന് തന്നെ ആംസ്റ്റർഡാം എത്തണമായിരുന്നു. നമ്മൾ ഓൾറെഡി നമ്മുടെ അക്കോമഡേഷനൊക്കെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ പയ്യെ അവരെ അടുത്ത് ടാറ്റ ബൈ ബൈ പറഞ്ഞ് വീണ്ടും നമ്മൾ നേരെ ഇവിടെ നിന്ന് നെതർലാൻഡ്സിലേക്ക് ഡ്രൈവ് ചെയ്യാണ്. ഇവിടെ നിന്ന് ഒരു ഓൾമോസ്റ്റ് ഒരു 2 മണിക്കൂറിൻ്റെ അടുത്ത് ഡ്രൈവ് ഉണ്ടായിരുന്നു. അല്ലിക്കുട്ടൻ ആസ് യൂഷ്വൽ കരച്ചിൽ തന്നെയായിരുന്നു. പിന്നെ നമ്മൾ പയ്യെ വർത്താനമൊക്കെ പറഞ്ഞ് പയ്യെ എത്താറായിട്ടുണ്ട് ആംസ്റ്റർഡാം. അവിടെ പിന്നെ ലെഫ്റ്റ് ഹാൻഡ് ഡ്രൈവ് ആണ് കേട്ടോ. എനിക്കിതിന് മുന്നേ ചെറുതായിട്ട് ഓടിച്ച് പരിചയം ഉണ്ടായിരുന്നു നമ്മൾ അൽബേനിയ പോയപ്പോൾ. അതുകൊണ്ട് അത്ര കുഴപ്പമുണ്ടായിരുന്നില്ല. ഫസ്റ്റത്തെ ആ ഒരു സ്റ്റാർട്ടിങ് ട്രബിളേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ നമ്മൾ ബുക്ക് ചെയ്തിട്ടുള്ള അക്കോമഡേഷനിലെത്തി. ആംസ്റ്റർഡാമിലുള്ള ബാസ്റ്റ്യൻ ഹോട്ടൽ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഹോട്ടലിലാണ് നമ്മൾ നിന്നിട്ടുണ്ടായിരുന്നത്. ഭയങ്കര അടിപൊളിയാണെന്നൊന്നും പറയാൻ പറ്റില്ല, എന്നാലും അത്യാവശ്യം തിരക്കേടില്ലാത്ത ഒരു സ്റ്റേ ആയിരുന്നു അവിടെ. നമ്മളത് കഴിഞ്ഞിട്ട് ചെറുതായിട്ടൊന്ന് ഫ്രഷ് അപ്പ് ആയിട്ട് നമ്മൾ പയ്യെ നൈറ്റ് ലൈഫ് കാണാനായിട്ട് ഇറങ്ങിയിരിക്കുകയാണ്.
നമുക്കങ്ങനെ ഇന്ന് പ്രത്യേകിച്ച് അജണ്ട കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. ചുമ്മാ ആംസ്റ്റർഡാമിൽ നൈറ്റ് ലൈഫ് കാണാനായിട്ട് ഇറങ്ങാമെന്നുള്ളത് തന്നെ ഉണ്ടായിരുന്നുള്ളൂ. അതുകൂടാണ്ട് വേറൊരു ഐറ്റം കൂടി ഉണ്ട്, അല്ല വേറൊരു സ്ഥലം കൂടി നമ്മളൊന്ന് കവർ ചെയ്യുന്നുണ്ട്. അതിന് നമ്മൾ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു കേട്ടോ. ആയിരുന്നു എന്ന് പറയാൻ വേറൊരു കാരണം കൂടിയുണ്ട്. അപ്പോൾ നമ്മൾ അവിടെ എത്തിയ സമയമായപ്പോൾ തന്നെ ഓൾമോസ്റ്റ് എല്ലാ ഷോപ്പുകളൊക്കെ അടച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ വിശക്കാനായിട്ട് തുടങ്ങിയെന്ന് തോന്നിയപ്പോൾ തന്നെ നമ്മൾ അടുത്തുണ്ടായിരുന്ന ഒരു ഷോപ്പിൽ കയറിയിട്ട് ഫുഡ് കഴിക്കാൻ തുടങ്ങി കേട്ടോ. വീഡിയോ ഞാൻ വെച്ച് ഫോട്ടോ ആ കാണുന്നത് എന്താ അതായിരിക്കുമല്ലേ ചിലപ്പോൾ. അപ്പോൾ ഇതാണ് ഞങ്ങൾ നേരത്തെ പറഞ്ഞ ഫുഡ് കഴിക്കുന്ന സ്ഥലം. ടർക്കിഷുകാരുടെ തന്നെയാണെന്ന് തോന്നുന്നുണ്ട്. നമ്മുടെ നാട്ടിലെ ഷവർമയൊക്കെ പോലത്തെ ഒരു ഡോണർ ഷോപ്പ് എന്നുള്ള സംഭവമാണ് കേട്ടോ. അല്ലു കറക്റ്റ് ടൈം ആയപ്പോഴത്തേക്കും അവൻ്റെ ഉറക്കം തുടങ്ങിയിട്ടുണ്ടായിരുന്നു. നമ്മളിനി അടുത്തത് പോണത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുറച്ച് എക്സൈറ്റിംഗ് ആയിട്ടുള്ള സ്ഥലമാണ്, റെഡ് ലൈറ്റ് ഡിസ്ട്രിക്റ്റ്. നമുക്കവിടെ വീഡിയോസും ഫോട്ടോസൊന്നും അലൗഡ് അല്ല. അതുകൊണ്ട് നമുക്ക് വീഡിയോ ആയിട്ടൊന്നും പകർത്താനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ കണ്ണുകൊണ്ടെല്ലാം നമ്മൾ കണ്ടു. അങ്ങോട്ടേക്കല്ലേ അയ്യോ ചിലതൊക്കെ അടിച്ചല്ലോ, സങ്കടായി. ഹൗ വാസ് യുവർ എക്സ്പീരിയൻസ്? എനിക്ക് എക്സ്പീരിയൻസ് ഇല്ലല്ലോ. അങ്ങനെയല്ല, നീ എക്സ്പെക്ട് ചെയ്ത പോലെ തന്നെയായിരുന്നോ? അല്ല, അല്ല ഒരു മിനിറ്റ് ഞാൻ എക്സ്പീരിയൻസ് ചോദിക്കട്ടെ. സച്ചിൻ എങ്ങനെയുണ്ടായിരുന്നു? It was good, such a wonderful experience. For people like us, I think, can I use my mother tongue for this? വളരെ മനോഹരമായ ഹാർഡ് വർക്ക് ചെയ്യുന്ന കുറച്ച് പീപ്പിൾ, അവരവരുടെ കഴിവുകൾ പ്രസന്റ് ചെയ്തിരിക്കുന്ന രീതി, അതാണ് എനിക്ക് എവിടെടാ ഞാൻ ചവിട്ടിട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. നമ്മൾ തിരിച്ച് വീട്ടിൽ പോയിട്ട് കിടന്നുറങ്ങി. ബാക്കിയുള്ള കാര്യങ്ങൾ, പിറ്റേ ദിവസത്തെ കാര്യങ്ങളൊക്കെ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നുണ്ട്. ഞാൻ കുറച്ച് എടുത്ത് വെച്ചിട്ടുണ്ടേ. അപ്പോൾ ടാറ്റ.